ആ സംഭവത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, അന്ന് ആ സംഭവം നടക്കുമ്പോൾ കേരളത്തിൽ അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ് അധികാരത്തിലുള്ളത്. ധനകാര്യമന്ത്രി സൂചിപ്പിച്ചത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ഒരു ചർച്ചയ്ക്കിടയിലാണ് എന്ന് തോന്നുന്നു, ഞാൻ ചാനലിലാണ് ഈ കാര്യങ്ങൾ കണ്ടത്. ബഹുമാനപ്പെട്ട രാജ്യസഭ പ്രതിപക്ഷ നേതാവ് ശ്രീ മല്ലികാർജുൻ ഖാർഗെക്കെതിരായി ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും അത് കോൺഗ്രസ് പാർട്ടിക്കെതിരായിട്ടുള്ള തരത്തിലേക്ക് ഉന്നയിക്കപ്പെടുകയും ചെയ്തു. അതായത് കോൺഗ്രസ് പാർട്ടി രാജ്യവ്യാപകമായി ലിഞ്ചിങ്ങിന് എന്ന് വെച്ചാൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ ചില ആക്ഷേപങ്ങളാണ് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഉന്നയിച്ചത്. വസ്തുതാപരമായി ശരിയല്ലാത്ത, പാർലമെൻറ്റിനെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിൽ വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് ആക്ഷേപമായി നിർമ്മല സീതാരാമൻ ഉന്നയിച്ചത്. അല്ലെങ്കിൽ ആ കാര്യത്തിൽ കേരളത്തിലെ ഒരു സംഭവത്തെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കോൺഗ്രസിനെതിരെ ആരോപണം ഉന്നയിച്ചത്. 2010 മൂവാറ്റുപുഴയിൽ വെച്ച് നടന്ന കൈവിട്ട് കേസ് സംഭവത്തെ കോട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസ് ലിഞ്ചിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ ധനകാര്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2010 ജൂലൈ മാസത്തിൽ ഉണ്ടായ ആ സംഭവം കേരളത്തിലാകമാനം എന്ന് മാത്രമല്ല രാജ്യത്തുടനീളം വലിയ പ്രതിഷേധമുണ്ടാക്കിയ ഒരു കാര്യമാണ്. ആ സംഭവത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, അന്ന് ആ സംഭവം നടക്കുമ്പോൾ കേരളത്തിൽ അച്യുതാനന്ദൻ ഗവൺമെൻറ്റാണ് അധികാരത്തിലുള്ളത്. ധനകാര്യമന്ത്രി സൂചിപ്പിച്ചത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഫാക്ച്വലായി വസ്തുതാപരമായി അത് ശരിയല്ല.